അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതിലൂടെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളെ പറയാറുള്ളൂ എന്ന്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയും നമ്മുടെ പക്കലില്ല. നമ്മൾ ഇതിലൂടെ ഒരുപാട് കുടുംബത്തിൻ്റെ വേദനയിലാണ് പങ്കുചേർന്നത്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുമുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്തിട്ടുമുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഇന്നും എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാത്തവർക്ക് ബാക്കടിച്ച് പോവാവുന്നതാണ്. കാസർഗോഡിന് ഒരു മിടിമിടുക്കിയായ മോളെയാണ് നഷ്ടമായിരിക്കുന്നത്. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ആ നാട് മുഴുവനും. പഠിക്കാനൊക്കെ മിടിമിടുക്കിയായ സുന്ദരിയായ മോള്, SSLCക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയ മിടുമിടുക്കിയായ വിദ്യാർത്ഥിനി ഇന്ന് ആ നാടിന് നഷ്ടമായിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഇതെന്ത് പറ്റി എന്ന് ചിന്തിച്ചു പോവുകയാണ്. കാസർഗോഡ് ചെട്ടൻകുഴി ഇസ്സത്ത് നഗറിൽ താമസിക്കുന്ന മനാഫിൻ്റെ മകളായ ആമിന നുസയാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് പറ്റിയത്? ഈ പൊന്നുമോളുടെ വേർപാടറിഞ്ഞപ്പോൾ ഒരുപാട് വേദനയായിപ്പോയി. മരണവുമായി ബന്ധപ്പെട്ട് പലരുടെയും അഭിപ്രായം പലതാണ്. കുറച്ച് നാളുകളായത്രേ രോഗാവസ്ഥയിലായിരുന്നു അത്രേ ഈ പൊന്നുമോള്. അതുമായി ബന്ധപ്പെട്ട് ആളുകൾ പലതും പറയുന്നുണ്ട്. എന്തെന്നായാലും ആ പൊന്നുമോള് പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. എങ്ങനെ മരണപ്പെട്ടാലും പടച്ചറബ് ഓരോ മരണത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാരണവുമില്ലാതെ ആരും ഇന്നേ വരെ മരണപ്പെട്ടിട്ടുമില്ല. നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ പല കാരണങ്ങൾ. പടച്ചറബ് കാരുണ്യവാനാണ്. ആ പൊന്നുമോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കട്ടെ. മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടിയെന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം 5 നേരവും. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം നമ്മുടെ മക്കളിലുണ്ടാകും. പടച്ചറബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകാതിരിക്കട്ടെ. പിന്നെ നമുക്ക് അറിയിക്കാനുള്ളത് ഒരു പ്രവാസിയുടെ മരണമാണ്. സാധാരണ മിക്ക പ്രവാസികളും എങ്ങനെയാണ് മരണപ്പെടാറുള്ളത്, അതുപോലെ തന്നെ അറ്റാക്കായി മരണപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു പ്രവാസി. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു. നാടിനെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും കാണാൻ ഒരു മാസമായി നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന ആ ഒരു വേർപാടിലായിരുന്നു ഈ ഒരു മനുഷ്യൻ. അത് ഏതൊരു പ്രവാസിയും അങ്ങനെ തന്നെയാണ്. പ്രവാസിയുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഒരു പ്രവാസിക്ക് ഒരു പ്രവാസിയെ മനസ്സിലാവൂ. നാട്ടിൽ വന്ന് തിരിച്ചു പോകുന്ന പ്രവാസിയുടെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് അറിയണമെങ്കിൽ ഒരു പ്രവാസിയാവണം. ഇവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗത്തെ പോലെയാണ് ഒരു പ്രവാസി. ഒരു മാസത്തെ അവധി കഴിഞ്ഞ് 2 ദിവസം മുമ്പാണ് അങ്ങ് പ്രവാസ ലോകത്തേക്ക് പോയത്. ഏറെ വേദനയായി പോയത് ഇദ്ദേഹം നാട്ടിൽ നിന്നും തിരിച്ച് വിദേശത്തേക്ക് മടങ്ങുമ്പോൾ ഫൈസലിൻ്റെ പ്രവാസത്തിലേക്കുള്ള അവസാനത്തെ മടക്കയാത്രയെക്കുറിച്ചുള്ള പോസ്റ്ററുകളാണ് ഏറെ വേദനയായി പോയത്. ചിലരങ്ങനെയാണ്. മരണവുമായി ബന്ധപ്പെട്ട് പല സൂചനകളും നമ്മോട് കാണിച്ചേക്കാം. ആ ഒരു സംഭവമാണ് നമ്മളെ ഏറെ വേദനിപ്പിച്ചത്. അതും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ആളുകൾ ഏറെ സങ്കടപ്പെടുന്നത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു പോസ്റ്റർ ഇങ്ങനെയായിരുന്നു. ആ പോസ്റ്റർ വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ മനുഷ്യന് എത്രമാത്രം നാടിനെയും ബന്ധുക്കളെയും മിസ്സാകുന്നുണ്ടെന്ന്. ഓരോ പ്രവാസിയുടെയും മനസ്സ് അങ്ങനെയാണ്. പ്രവാസികൾക്ക് ജീവിതവുമില്ല, ജീവനുമില്ലാതായിരിക്കുകയാണ്. ഫൈസലിൻ്റെ അവസാന പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഒരു മാസം ഓർമ്മകളാൽ നിറഞ്ഞ അവധി, ഇന്ന് വീണ്ടും പ്രവാസത്തിൻ്റെ വഴിയിലേക്ക്. വീടിനെയും പ്രിയപ്പെട്ടവരെയും പിന്നിലാക്കി സ്വപ്നങ്ങൾക്കായി വീണ്ടും യാത്ര. ഇൻഷാ അല്ലാ വീണ്ടും കാണാം എൻ്റെ പ്രിയപ്പെട്ട നാടേ എന്നായിരുന്നു ആ വേദനിപ്പിക്കുന്ന പോസ്റ്റർ. ഫൈസലിനെ എന്നും ഓർക്കാനും ഓർമ്മിപ്പിക്കാനും ഫൈസൽ ചെയ്ത ഈ ഒരു പോസ്റ്റ് എല്ലാവരുടെയും ഹൃദയത്തെ വല്ലാതെ നോവിപ്പിച്ചു. മരണപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് പൂക്കോട്ടംപാടം മുസ്ലിം ജമാഅത്തിൽപ്പെട്ട കോഴക്കോടൻ അഹമ്മദാജിയുടെ മകൻ ഫൈസലാണ് ഇതുപോലെ പെട്ടെന്ന് അറ്റാക്കായി മരണപ്പെട്ടു പോയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വെറും 2 ദിവസം കൊണ്ട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും അണഞ്ഞു പോവുകയാണ്. അതാണ് മരണം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ഫാത്തിഹ വീതം ഓതി ഈ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, മരണപ്പെട്ട ഇവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ.
പടച്ച റബ്ബേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ എല്ലാവരെയും കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.